വിവാദങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ പണം സമ്പാദിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെക്നിക്കിലൂടെ വൻ വിജയമായി മാറിയ ചാനലാണ് മറുനാടൻ മലയാളി. അതിലൂടെ ഒരുപാട് പണം സമ്പാദിച്ച വ്യക്തി തന്നെയാണ് സാജൻ സക്രിയ. ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെയും തന്നെ പലപ്പോഴും ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആളുകൾക്ക് ഇഷ്ടമല്ലാതാവുകയും എന്തു തന്നെയായാലും രണ്ടു തരത്തിൽ ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുകയും അതോടൊപ്പം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ആ ചാനൽ വൻ റീച്ചിൽ തന്നെ നിലനിൽക്കുകയും അതിലൂടെ ഒരുപാട് വ്യൂവേഴ്സിനെയും ആഡ്സിനെയും തൻ്റെ ചാനലിൽ കൊണ്ടുവരാൻ സാധിക്കുകയും അതിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കുവാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന രീതിയിൽ ഇവർ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ആ കമ്പനിയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. കഴിഞ്ഞ വർഷം 50 ലക്ഷത്തിന് മുകളിലായിരുന്നു ഇവരുടെ വരുമാനം. അതിൽ 96% സാജൻ സക്രിയയുടെ പേരിൽ തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. പിന്നീട് ഒരു 4% തൻ്റെ സഹോദരൻ്റെ പേരിലും. എന്തു തന്നെയായാലും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചെയ്യുന്നതും സാജൻ സക്രിയ തന്നെയാണ്. ഒരുപക്ഷെ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുകയും അതിലൂടെ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും തന്നെ ചെയ്യുകയും അതിലൂടെ ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വൻ വിജയം കൈവരിച്ച ഒരു വ്യക്തി എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു പല മുൻനിരയിലുള്ള ഭീമന്മാരായ കോർപ്പറേറ്റ് ചാനലുകളൊന്നും തന്നെ കൊടുക്കാൻ മടി കാണിക്കുന്ന ന്യൂസുകളൊക്കെയും തന്നെ ഇവരുടെ ചാനലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ എന്തിനേയും ഭയക്കാതെ തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ സാജൻ സക്രിയ. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പല കാര്യത്തിലും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടാവുകയും പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് മുഴുവനും കപ്പടമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ എന്തു തന്നെയായാലും ആദ്യത്തെ വീഡിയോയിലൂടെ അദ്ദേഹത്തോട് വെറുപ്പ് തോന്നുകയും രണ്ടാമത്തെ വീഡിയോയിലൂടെ അത് മാറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ സാജൻ സക്രിയ എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. അതിലുമുപരി ഒരുപാട് ശത്രുക്കൾ ആ ചാനലിനും ആ വ്യക്തിക്കുമെതിരെ പലതരത്തിലും പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലതുമാണ് അദ്ദേഹത്തെക്കുറിച്ച് പടച്ചു വിടുന്നതും അദ്ദേഹത്തോട് പറയുന്നതും. പക്ഷേ ഇതൊക്കെയും തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഗുണമാണ് ചെയ്യുന്നത് എന്ന കാര്യം പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ നല്ല വരുമാനം നേടിക്കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പേഴ്സണലായി തന്നെ തൻ്റെ PV അൻവറുമായുള്ള വൈരാഗ്യത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു. അതിലൊക്കെയും തന്നെ ഒരുപാട് വ്യൂവേഴ്സിനെ അദ്ദേഹത്തിന് എത്തിക്കാനും അതിലൂടെ ശ്രദ്ധ ആകർഷിക്കുവാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. അതിലൂടെ ഒക്കെയും തന്നെ അയാൾ ഒരുപാട് പണമാണ് സമ്പാദിക്കുന്നത്. എന്തു തന്നെയായാലും തൻ്റെ ശത്രുവിനെതിരെ താനിടുന്ന വീഡിയോ പോലും ജനങ്ങൾ ആകാംക്ഷയോടെ കാണുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ വൻ വിജയവും. എന്തു തന്നെയായാലും ഒരുപക്ഷെ മറ്റുള്ള യൂട്യൂബേഴ്സിനൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഈ ചാനലുകൾ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ന്യൂസ് കിട്ടുകയും അതിനെക്കുറിച്ച് വ്യക്തമായി വിശകലനമായി പഠിച്ചതിന് ശേഷം മറ്റുള്ള ചാനലുകൾ വിവാദങ്ങളിൽ അകപ്പെടാതെ ആ ന്യൂസുകളൊക്കെയും തന്നെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ മറുനാടൻ മലയാളി ആ വാർത്ത പെട്ടെന്ന് തന്നെ ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ വരും വരായികളെക്കുറിച്ച് പലപ്പോഴും ഇവർ തന്നെ ആലോചിക്കുന്നില്ല. അതിലൂടെ ഒരുപാട് വിവാദങ്ങളിൽ ഈ ചാനൽ അകപ്പെടുന്നു, ഒരുപാട് പ്രശ്നങ്ങളൊക്കെയും ഇവർക്കെതിരെ ഉണ്ടാവുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെയൊക്കെയും തൻ്റെ വരുമാന സ്രോതസ്സായി മാറ്റുകയാണ് ശരിക്കും പറഞ്ഞാൽ സാജൻ സക്രിയ എന്ന ഈ ബുദ്ധിമാൻ. പലപ്പോഴും BJP അനുകൂല നിലപാടുകളായിരുന്നു ആദ്യമൊക്കെയും ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് അഴിഞ്ഞു മാറുകയും പലതരത്തിലും പല ആളുകളെയും സപ്പോർട്ട് ചെയ്യുന്നതായും ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യകാലങ്ങൾ മുതലേ CPM രാഷ്ട്രീയത്തിനോട് വൻ എതിർപ്പാണ് ഈ ചാനൽ കാണിച്ചിരുന്നത്. അത് പലപ്പോഴും നിലനിർത്തുകയും അതനുസരിച്ച് മറ്റുള്ള കോൺഗ്രസ് പോലുള്ള പാർട്ടികളോടുണ്ടായിരുന്ന വിയോജിപ്പിൽ ചില മയമൊക്കെ വരുത്തി എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെയും ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. എന്തു തന്നെയായാലും ഏതൊരു കാര്യത്തെയും വ്യക്തമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ച് പൊലിപ്പിക്കാനും ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതും ഇദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം തന്നെയാണ്. പിന്നെ ആർക്കെതിരെയും എന്തും തുറന്നു പറയാനുള്ള അപാരമായ ചങ്കൂറ്റം ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. മുസ്ലിം വിരോധിയാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോഴും ഇദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സംഭാവന ചെയ്തത് മുസ്ലിം ലീഗ് വഴിയാണ്. മുസ്ലിം ലീഗിൻ്റെ ഡൊണേഷൻ ആപ്പിലൂടെ ഇദ്ദേഹം 1 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. അതിന് മറ്റുള്ള സന്നദ്ധ സംഘടനയെക്കാട്ടിയും അദ്ദേഹം കൂടുതൽ വിശ്വാസത്തിലെടുത്തത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ആയിരുന്നു. അൻവർ എന്ന ശക്തനായ നേതാവിൻ്റെ അപ്രീതി പിടിച്ചു പറ്റിയതിലൂടെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൂടെയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.